നരേന്ദ്രമോദി, അമിത് ഷാ, അജിത് ഡോവൽ, അതിനുശേഷം നാലാമനായി ആ ഗ്യാങ്ങിലേക്ക് ചേരാൻ പോവുകയാണ് ശശി തരൂർ. ശശി തരൂരിൻ്റെ പല പദവികളും നമ്മൾ പറഞ്ഞു കേട്ടു. പക്ഷേ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശശി തരൂർ പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവാകാൻ പോകുന്നു. അതായത് അജിത് ഡോവൽ എപ്രകാരമാണോ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായി നിലനിൽക്കുന്നത്, അതുപോലെ തത്തുല്യമായ ഒരു സ്ഥാനം ശശി തരൂരിന് കിട്ടാൻ പോകുന്നു. രാജ്യത്തെ നയിക്കുന്ന സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് ശശി തരൂർ എത്തുന്നു. ഉപരാഷ്ട്രപതി, വിദേശകാര്യമന്ത്രി, ഗവർണർ തുടങ്ങിയ പല പദവികളിലേക്ക് ഇവിടെ പലരും ശശി തരൂരിൻ്റെ പേരുകൾ നിർദ്ദേശിച്ചു. പല ചർച്ചകളും നടന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പോകുന്നു, ശശി തരൂർ പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവാകുന്നു. അതിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. ചർച്ച ഈ വിധത്തിലാണ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് വൈകാതെ എത്തുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും സുപ്രധാന സ്ഥാനത്തിലേക്ക് ഇവർ 4 പേരും ചേർന്നാൽ ഒരു വമ്പൻ ശക്തിയായത് മാറില്ലേ? ഈ വാർത്തകൾ പലപ്പോഴും പല രീതിയിലും ലീക്ക് ഔട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ BJPയുടെ തന്ത്രമാകാം, ശശി തരൂരിൻ്റെയും തന്ത്രമാകാം. കാരണം ശശി തരൂരിനെ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ഓഫീസുണ്ട്. ശശി തരൂരിനേക്കാൾ കഴിവുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ കാണുന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂപ്പറായിട്ടുള്ള ഓരോ ഓഫീസ് അവിടെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കഴിവുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ശശി തരൂരും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് BJPയും നടത്തുന്നതായ പ്രചരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഊഹാപോഹങ്ങളാണ് ഇങ്ങനെ പരന്ന് നിറയുന്നത്. ആളുകളാണെന്ന് വെച്ചാൽ ഉത്കണ്ഠയോടുകൂടിയാണ് ഇത് കേൾക്കാനിരിക്കുന്നത്. കാരണം ശശി തരൂർ എങ്ങോട്ട് എന്നത് എല്ലാവരുടെയും ചോദ്യമാണ്. പലപ്പോഴും കുറേ നാളുകൾ ചർച്ച ചെയ്തിരുന്നത് ശശി തരൂർ BJPയിലേക്ക് എന്നുള്ളതാണ്. ഇന്ന് ആ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. കാരണം ഏതാണ്ട് എല്ലാവരും തന്നെ ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് കോൺഗ്രസും അതുപോലെ ശശി തരൂരും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ അവിടുത്തെ ഏതാണ്ട് ക്രൈസ്തവ ഇടവകളിലെല്ലാം കയറി ഇറങ്ങുന്നതാണ്. അപ്പോൾ ക്രൈസ്തവ ഇടവകളിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJPയുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സായിട്ട് കാണുന്നത് കേരളത്തിൽ ക്രൈസ്തവരെയാണ്. അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള, വളരെയധികം കോപ്പപ്പ് ചെയ്യുന്ന, അവരധികം ബഹുമാനിക്കുന്ന ഒരാളാണ് ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തിലൂടെ കുറേ കൂടി എളുപ്പത്തിൽ BJPക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് എൻട്രി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശശി തരൂർ കുറച്ച് നാളുകൾക്ക് ശേഷം എവിടെ എന്ന് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പൊസിഷനിലായിരിക്കും എന്ന് പറയുന്നതിൽ ചിലപ്പോൾ കാര്യമുണ്ടാകും. ഇപ്പോൾ പ്രിയം പറഞ്ഞതനുസരിച്ചിട്ട് ശശി തരൂരിനെ മോദിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവായിട്ട് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിശ്ചയിക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് BJPയുടെ അവരുടെ ഒരു ക്ലാസ് വർക്കിംഗ് പ്രോസസ്സ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായിട്ട് BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ടൂളുകളാക്കുക, ഉപകരണങ്ങളാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഗുജറാത്തിൽ നിന്ന് മോദിയെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കുന്നു, അമിത് ഷായെ കൊണ്ടുവരുന്നു ആഭ്യന്തരമന്ത്രിയാക്കുന്നു. അപ്പോൾ മോദി, അമിത് ഷാ, അത് കഴിഞ്ഞ് അജിത് ഡോവൽ, അതിനപ്പുറത്തേക്ക് ഇനി നമ്മൾ ശശി തരൂരിലും കൂടി എത്തുന്നു. ഈ 4 സംഘം ഇന്ത്യയുടെ വിദേശകാര്യ പ്രശ്നങ്ങളും അതേപോലെ ആഭ്യന്തരകാര്യ പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിന് ഒരു സൂപ്പർ ക്യാരക്ടർ ഉണ്ടാവില്ലേ എന്ന് പലരും ചിലപ്പോൾ ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും കാര്യക്ഷമത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയത്തെ കാര്യക്ഷമമായിട്ടുള്ള ഒരു എഞ്ചിനാക്കി മാറ്റുക എന്ന് പറയുന്നത് BJPയുടെ മറ്റൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ഡബിൾ എഞ്ചിൻ എന്ന് പറയും. അതായത് കേന്ദ്രത്തിലും അത് സംസ്ഥാനത്തിലും ഒരേപോലത്തെ സർക്കാർ പ്രവർത്തിച്ചാൽ അത് ഡബിൾ എഫക്റ്റീവ് ആവും എന്ന് സാധാരണക്കാരെയും അതുപോലെ തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. അതേപോലെയാണ് ഇവരെ 4 പേരെയും വെച്ചിട്ട് ഈ 4 സംഘത്തിൻ്റെ നെറുകയും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെയും അവർ വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ, എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിൽ, വിസ്മയകരമായിട്ടുള്ള രീതിയിൽ ഒരു ഭരണം നടത്തുകയും ചെയ്താൽ എപ്പടി എന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ അതൊക്കെ ആവാം. ഈ അനുമാനങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ടാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് പലയിടങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളം പിടിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം.
ആ കേരളം പിടിക്കുന്നതിന് അവരുടെ ഹസ്തങ്ങൾ നീണ്ടു ചെല്ലുന്നത് തിരുവനന്തപുരത്തേക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ സ്വാധീന ശേഷിയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതിൽ അവരുടെ 1-ാം നമ്പർ ലക്ഷ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ആ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് BJP എത്തിയാൽ, അതിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയാൽ, തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരി എന്ന് പറയുന്നത് അത് BJPയുടെ കൈകളിലായി തീരും എന്നവർ കണക്കാക്കുന്നുണ്ട്. പിന്നീട് അവിടെ 2, 3, 4, 5 സീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം കഴിയുന്ന കാര്യമായി. ഇതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ, പിന്നെ ഈ പറയുന്ന കുറച്ച് സീറ്റുകൾ, ഒരു ചെറിയ പ്രാതിനിധ്യം നിയമസഭയ്ക്കുള്ളിൽ, അതിനുശേഷം പ്രതിപക്ഷ സ്ഥാനം, അത് കഴിഞ്ഞ് സംസ്ഥാന ഭരണം. ഹരിയാനയിൽ പയറ്റിയ അതേ അടവായിരിക്കും ഒരുപക്ഷെ BJP കേരളത്തിൽ പുലർത്തുകയല്ലേ? അല്ല, ഇതൊക്കെ സാധ്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ തന്നെയാണ്. അങ്ങനെ അതിനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ എറണാകുളത്ത് ഒന്ന് കോർപ്പറേഷൻ പിടിക്കണം, കൊച്ചിൻ കോർപ്പറേഷൻ പിടിക്കണമെന്ന് BJP വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കോഴിക്കോടിൻ്റെയും സ്ഥിതി അത് തന്നെയാണ്, തൃശ്ശൂരിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. തിരുവനന്തപുരം മാത്രമാണ്, കാരണം അവിടെ നിരവധി കൗൺസിലർമാർ ഇപ്പോൾ കയ്യിലുണ്ട്. അതെ, കോൺഗ്രസ് ആണെന്ന് വെച്ചാൽ 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ അവരിപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്താണല്ലോ, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഭരണപക്ഷത്തേക്ക് വരാം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു സ്ട്രാറ്റജിക് മൂവ് നടത്തുക എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുക. അങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ് എന്ന് വരിക. ഇത് എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ BJP അനുഭവിച്ച പ്രതിസന്ധി കേരളത്തിൽ ഭരിക്കുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ CPM-നോ, കാരണം അടുത്ത ഭരണത്തിൽ വരുന്ന ചിലപ്പോൾ UDF ആയിരിക്കും. അപ്പോൾ അവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് മാറിത്തീരും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഭരണം പിടിച്ച് BJPക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നതോ അതേപോലത്തെ ഒരു പ്രതിസന്ധി തിരുവനന്തപുരത്ത് BJPക്ക് കോൺഗ്രസിനെതിരെയോ അല്ലെങ്കിൽ CPM-നെതിരെയോ സൃഷ്ടിക്കാൻ കഴിയുന്ന സാധ്യതയാണ് അവർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശശി തരൂർ ഏറ്റവും നല്ലൊരു ടൂളായി മാറ്റാം. കാരണം അദ്ദേഹം അവിടെ നിരവധി വർഷങ്ങളായിട്ട് അവിടെ MP ആണ്. അതിൻ്റെ ഫലമായിട്ട് കുറേ ബന്ധങ്ങൾ പാർട്ടിക്ക് അതീതമായിട്ട് അദ്ദേഹത്തിനുണ്ട്. ആ ബന്ധങ്ങളെ കൂടി യൂട്ടിലൈസ് ചെയ്താൽ BJPയുടെ പ്ലാൻ അവർക്ക് സക്സസ്ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും. അതെ, മോദി, അമിത്ഷാ, ദോവൽ, തരൂർ എന്ന് പറയുന്നതിൽ തരൂരിലേക്ക് എത്തുമ്പോൾ തരൂരിലൂടെ ലക്ഷ്യം വെക്കുക കേരളത്തെ ആയിരിക്കും. കേരളം തീർച്ചയായിട്ടും BJPയുടെ ഒരു ഇൻ്റലക്ച്വൽ പ്ലാറ്റ്ഫോം വളർത്തിയെടുക്കാൻ കേരളത്തിൽ അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്, തരൂർ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ BJPക്ക് വലിയ സാധ്യതയുണ്ട്. കാരണം BJP മുന്നോട്ട് വയ്ക്കുന്നത് നിക്ഷേപ സൗഹൃദമായിട്ടുള്ള, വ്യവസായ അടിസ്ഥാനമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളുടെ, ബിസിനസ്സുകാരുടെ ഒരു പുതിയ മുഖം തുറക്കാനും യുവാക്കളെ സംഘടിപ്പിക്കാനും. നമ്മൾ ഇന്ന് തന്നെ കണ്ടു മരടിൽ ഈ പറയുന്ന CITUകാർ ചെന്നിട്ട് ഒരു സംരംഭകനെ വിരട്ടുന്നത്. അപ്പോൾ അവർ തൊഴിലവകാശത്തെ പറ്റി പറയുക, ഇവർ പ്രൊഫഷണലാവുന്നില്ല, ഈ പറയുന്ന ചുമട്ട് തൊഴിലാളികളൊന്നും പ്രൊഫഷണലാവുന്നില്ല, അവിടെ പ്രൊഫഷണലായ യുവാക്കൾക്ക് ഇവർ വെല്ലുവിളിയാകുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന കേരളത്തെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും ഉയർന്ന ഇൻ്റലക്ച്വൽസിനെ, ഏറ്റവും നല്ല സംരംഭകനെ. അപ്പോൾ കേരളത്തിൻ്റെ മുഖം മാറ്റാനായിട്ട് ശശി തരൂരിന് ഉറപ്പായും കഴിയും. ആ കരുത്തിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് BJPക്കും കഴിയുമെന്നാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്, അല്ലേ? അല്ലേ, രാജീവ് ചന്ദ്രശേഖരൻ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബിസിനസ് സ്ട്രാറ്റജികളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. കാരണം അതിന് അദ്ദേഹത്തെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സർവകലാശാല എന്ന് പറയുന്നത് ഈ ബിസിനസ്സാണ്. അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചിരിക്കുന്നതായിട്ടുള്ള പാഠങ്ങൾ അയാളിപ്പോൾ എന്ത് ചെയ്യാണ്, രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. BJPയിൽ വലിയ മാറ്റങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു. കാരണം അതൊരു മാനേജറിയൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള സാധ്യതകളാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാധ്യമായി കഴിഞ്ഞാൽ BJP വിചാരിക്കുന്ന തരത്തിൽ പല മൂവ്മെൻറ്റ്സും കൊണ്ടുവരാനായിട്ട് കഴിയും. പൊളിറ്റിക്കലായിട്ടല്ല BJP ഇപ്പോൾ കേരളത്തെ നേരിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൊളിറ്റിക്കലല്ലാതെ ഒരു അപ്പൊളിറ്റിക്കൽ ക്യാരക്ടർ നിർത്തി ഒരു ബിസിനസ് ടോപ്പിന് മുന്നിൽ വെച്ച് ശശി തരൂരിനെ പോലെയുള്ളതായിട്ടുള്ള വലിയ സർവ്വസ്വീകാര്യതയുള്ളതായിട്ടുള്ള വ്യക്തികളെ കൂടി കൂട്ടി എങ്ങനെ കേരളത്തിൽ ഒരു കളി കളിക്കാം എന്നുള്ള ആലോചനയുണ്ട്. അതിൽ തീർച്ചയായിട്ടും തരൂരിൻ്റെ സാധ്യത വലുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതങ്ങനെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയായിട്ടും ഉറപ്പൊന്നും വന്നിട്ടില്ല. കാരണം തരൂരിൻ്റെ ഒരു ക്യാരക്ടറാണ് അത്. അങ്ങനെ എത്ര എളുപ്പം സംഘപരിവാർ സംഘമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പിന് കാരണം അല്ലെങ്കിൽ യോജിപ്പില്ലായ്മയ്ക്ക് കാരണമായിട്ട് ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.